വയനാട് ദുരന്തവുമായി ബന്ധപ്പെട്ട് 712 കോടി രൂപ ഇതുവരെ ദുരിതാശ്വാസ നിധിയിൽ ലഭിച്ചുവെന്ന് മുഖ്യമന്ത്രി. കേന്ദ്ര സർക്കാരിൽ നിന്ന് കൂടുതൽ സഹായം പ്രതീക്ഷിക്കുന്നുണ്ടെന്നും ഇതുവരെ സഹായം ലഭിച്ചിട്ടില്ലെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. പുനരധിവാസം സാധ്യമാക്കുമ്പോൾ ദുരന്തബാധിതർക്ക് കൃഷിഭൂമി നൽകാൻ സാധിക്കില്ലെന്നും മുഖ്യമന്ത്രി വ്യക്തമാക്കി. വയനാട് ദുരന്തവുമായി ബന്ധപ്പെട്ട് ഇതുവരെ 712 കോടി രൂപ ദുരിതാശ്വാസ നിധിയിൽ ലഭിച്ചെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു. ദുരന്തത്തെ കേന്ദ്ര സർക്കാർ അതിതീവ്ര ദുരന്തമായി പ്രഖ്യാപിച്ചതിനാൽ കൂടുതൽ സഹായം പ്രതീക്ഷിക്കുന്നുണ്ടെന്നും അദ്ദേഹം നിയമസഭയിൽ പറഞ്ഞു. കേന്ദ്ര സർക്കാരിൽ നിന്നും ഇതുവരെ ധനസഹായം ലഭിച്ചിട്ടില്ലെന്നും ദുരിതബാധിതർക്ക് കൃഷിഭൂമി നൽകാൻ സാധിക്കില്ലെന്നും മുഖ്യമന്ത്രി വ്യക്തമാക്കി. PDNA റിപ്പോർട്ട് അനുസരിച്ചുള്ള സഹായമൊന്നും നമുക്ക് ലഭ്യമായിട്ടില്ല. നമ്മൾ ആവശ്യപ്പെട്ടിട്ടുള്ളത് 2221 കോടി രൂപയാണ്. സഹായം നമുക്ക് ലഭ്യമാകാൻ അർഹതയുള്ളതാണ്. ആ സഹായം ലഭ്യമാകുമെന്ന് തന്നെയാണ് ഇപ്പോഴും നമ്മൾ പ്രതീക്ഷിക്കുന്നത്. പക്ഷെ ഇതേവരെ സഹായം ലഭ്യമായിട്ടില്ല. അവിടെ വളരെ വേഗത്തിൽ നമുക്ക് പുനരധിവാസ പ്രവർത്തനങ്ങൾ പൂർത്തീകരിക്കണമെന്നുള്ളതാണ്. അതിന് മനുഷ്യസാധ്യമായ എല്ലാ കാര്യങ്ങളും നാം അവിടെ നിർവഹിച്ചുകൊണ്ടിരിക്കുകയാണ്. വളരെ വേഗത്തിൽ തന്നെ ഈ ഭൂമി പൂർണ്ണമായി ഏറ്റെടുക്കാനാകുമെന്ന് തന്നെയാണ് സർക്കാർ കണക്കാക്കുന്നത്. ഏകദേശം ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവ് സൂചിപ്പിച്ച തുകയുടെ അടുത്ത് അപ്പുറവും ഇപ്പുറവും ഒക്കെ ആയിട്ട് വരുന്ന തുകയിലേക്ക് കാര്യങ്ങൾ എത്തിക്കാൻ കഴിയുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. അങ്ങേപോലെ തന്നെ പുനരധിവാസം അനിശ്ചിതത്വത്തിലാണെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ കുറ്റപ്പെടുത്തി. ദുരന്തം കഴിഞ്ഞ് 6 മാസമായിട്ടും പരിക്കേറ്റവർക്ക് ചികിത്സാ സഹായം നൽകിയിട്ടില്ല. വീട് നിർമ്മാണത്തിനായി കണക്കാക്കിയ 30 ലക്ഷം രൂപ ഉയർന്ന നിരക്കാണെന്നും പല സ്പോൺസർമാരും പിൻവാങ്ങുന്നുവെന്നും കുറ്റപ്പെടുത്തി. പുനരധിവാസ പ്രക്രിയ തന്നെ ഒരു അനിശ്ചിതത്വത്തിൽ എത്തി നിൽക്കുകയാണ്. മാത്രമല്ല, ഏറ്റവും അവസാനമായി 1000 സ്ക്വയർ ഫീറ്റ് വീടിന് 30 ലക്ഷം രൂപ എന്ന സർക്കാർ തീരുമാനിച്ചതോടുകൂടി നിരവധി ഡോണേഴ്സ് അതിൽ നിന്ന് പിൻവാങ്ങിയിരിക്കുക. മുഖ്യമന്ത്രി വിളിച്ചു ചേർത്ത സമ്മേളനത്തിൽ തന്നെ പലരും ഈ 30 ലക്ഷം രൂപ എന്നുള്ള എമൗണ്ട് 1000 സ്ക്വയർ ഫീറ്റ് വീട് വയ്ക്കാൻ, സംസ്ഥാനത്ത് ഒരുപാട് ഏജൻസികൾ 20 ലക്ഷം രൂപയ്ക്ക് ആ വീട് വയ്ക്കാൻ തയ്യാറായി നിൽക്കുമ്പോൾ, അല്ലെങ്കിൽ അതിന് താഴെ തയ്യാറായി നിൽക്കുമ്പോൾ 30 ലക്ഷം രൂപ വീട് എന്നുള്ളത് ഒരു വലിയ തുകയാണ് എന്നതുകൊണ്ട് നേരത്തെ വാഗ്ദാനം ചെയ്ത പല ഏജൻസികളും പലരും അതിൽ നിന്ന് പിൻവാങ്ങുന്ന ഒരു സാഹചര്യം വന്നിട്ടുണ്ട്. വീട് നിർമ്മാണത്തിന് 30 ലക്ഷം രൂപയെന്നത് പ്രാഥമിക കണക്കാണെന്ന് മുഖ്യമന്ത്രി വിശദീകരിച്ചു. ദുരന്തത്തിൽ സഹായം ചോദിച്ച് രാജ്യത്തെ എല്ലാ MP-മാർക്കും കത്തയച്ചെന്നും 1 കോടി രൂപ വീതമാണ് എല്ലാവരോടും ചോദിച്ചതെന്നും മുഖ്യമന്ത്രി വ്യക്തമാക്കി. കേരള വിഷൻ ന്യൂസ്, തിരുവനന്തപുരം.